ഹായ് ഫ്രണ്ട്സ്, ഫുഡ് സഫിഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഗാർലിക് ബ്രെഡിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ബട്ടറിന്റെ ഒരു മിക്സിംഗ് തയ്യാറാക്കണം. ഇപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്തേലും ബ്രെഡ് തയ്യാറാക്കണോ അതനുസരിച്ച് ബട്ടർ എടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് ചതച്ച 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. 2 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാഴ്സലി ലീഫ് ഉണ്ടെങ്കിൽ പാഴ്സലിയുടെ ഇല ഉണ്ടെങ്കിൽ അതെടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഇപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അടുത്തതായിട്ട് ആവശ്യാനുസരണം ബ്രെഡ് എടുക്കുക. ഞാനൊരു 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബ്രെഡ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കട്ട് ചെയ്ത ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബട്ടർ ഗാർലിക് മിക്സ് പുരട്ടി കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പാന് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഓരോ പീസ് ബ്രെഡ് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക. അപ്പോൾ ഇതിൽ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ച് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെക്കണം. വേണമെങ്കിൽ ഈ സൈഡിലും കൂടെ നമുക്ക് പുരട്ടി കൊടുക്കാം. പക്ഷെ ആവശ്യത്തിന് ബട്ടർ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. നമുക്കിതെടുക്കാം. ബാക്കി വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗാർലിക് ബ്രെഡ് തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.